ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മല്ലു ഗേൾ അഞ്ചാറ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ചേച്ചി ഒരു അടിപൊളിയായിട്ടുള്ള പുതിയൊരു ഔട്ട്ഫിറ്റ് വേർത്താണ് ചേച്ചി ഇട്ടത്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് വേർത്തൊരു പ്രൈസ് നമുക്ക് കാണാം. നല്ല കണ്ണ് നല്ല കട്ടിയിൽ എഴുതിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു കുർത്തയാണ് ആക്ച്വലി ഇട്ടത്. ഇങ്ങനെ ചൂടെടുക്കുന്നു ആക്ച്വലി ഇങ്ങനത്തെ ഒരു കുർത്തയാണ് അവൾ ഇട്ടത്. അപ്പോൾ അച്ഛൻ്റെ ഷർട്ട് കൊണ്ട് അടുപ്പിച്ച ഡ്രസ്സാണ് ഞങ്ങൾ തമാശി പറയൂ കേട്ടോ. പക്ഷെ അതല്ല ആക്ച്വലി ചേച്ചി പുറത്തുനിന്ന് വാങ്ങിയാണ്. കോളർ ടൈപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കോളറിൻ്റെ കോട്ടൺ ചെയ്തത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ആക്ച്വലി എനിക്ക് കുറേ വാങ്ങണമെന്നല്ല കേട്ടോ. ഇതൊരു സിൽക്ക് മോഡൽ, ലേശം ഒരു കോട്ടൺ ടച്ച് വരുന്നതാണ്, പക്ഷെ തനി കോട്ടൺ അല്ല. അപ്പം എന്താണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വേർത്ത് ഏകദേശം ഒന്ന് വെച്ച് തരും. ഓക്കെ, ഇത് എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളറാണ്. പിന്നെ ചെറിയ വേർതിക്ക് പറയാ, പിന്നെ കമ്മലല്ലാതെ ഒരു മഞ്ഞ കമ്മൽ. അധികം പുറത്ത് പോകുമ്പോൾ സ്റ്റഡ് ഇടുന്ന ഒരു മഞ്ഞയാണ് ഇത്. പിന്നെ കണ്ണ് നമ്മൾ കുറച്ച് കട്ടിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല കട്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഒരു കുഞ്ഞു പൊട്ട്, പിന്നെ മസ്കാര ഇട്ടിട്ടുണ്ട്, ഐബ്രോ ചെയ്തിട്ടുണ്ട്, പിന്നെ മൂക്കുത്തി ഗോൾഡിനാണ്. ഏകദേശം എത്ര പ്രൈസ് ഉണ്ടാവും? അതിപ്പം ഇപ്പോഴത്തെ കണക്കൊക്കെ നമ്മൾ 400 കാണും, 4000 രൂപ. ലിപ്സ്റ്റിക് ഷെയ്ഡ് അത് പറയുമ്പോൾ ഞാൻ ലാക്മീൻ്റെ വാങ്ങിയതാണ്. 4 ഷെയ്ഡ് ഉണ്ട്. ലാക്മി 4 ഷെയ്ഡ് ഉണ്ട്. ലാക്മി 4 ഷെയ്ഡ് ഉണ്ട്. ഫോൺ അടിയുന്നു. ഓക്കെ. ഇനി എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വേർത്ത് ഞാൻ പറയാം. ഇത് അമ്മയുടെ സാരി കൊണ്ട് അടുപ്പിച്ചിട്ടുള്ള നല്ലൊരു ഫ്രോക്ക് ടച്ച് വരുന്ന നല്ലൊരു ഒരു അടിപൊളിയായിട്ടുള്ള ഇതാണ് കേട്ടോ. കണ്ടോ? അപ്പം ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വേർത്ത്. പിന്നെ ഞാൻ കമ്മൽ ഇട്ടിട്ടില്ല, ഞാൻ കമ്മൽ ഇടണ്ട വിചാരിച്ചു എൻ്റെ. പിന്നെ ചെറിയൊരു മാല ഇടണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വേർത്ത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടിച്ച. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? ഇത്രയും കാര്യങ്ങളാണ് ഞാനിട്ടത്. അപ്പോൾ നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് വേർത്ത് എന്ന് പറയുമ്പം അതിനെതിരെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. ആക്ച്വലി നെഗറ്റീവ് കമൻറ്റ്സിന് നമ്മൾ ഭയക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഒരിക്കലും ഞാൻ ഭയക്കുന്നില്ല. എന്തിനാ ഭയക്കേണ്ട ആവശ്യം? നമ്മൾക്ക് നല്ലതല്ലേ. ഒരു പോസിറ്റീവിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ഉണ്ടോ? ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നവർക്ക് എന്തോ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്തരം ഒരു ഇട്ടിട്ട് ഇങ്ങനെ തകർക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിക്കാനാണ് ഞങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ മുടി നല്ല കൊഴിയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നല്ല കൊഴിയുന്നുണ്ട്. എന്താ പോട്ടെ. അപ്പം അതുകൊണ്ട് അതൊന്നും ഇവിടെ ഏൽക്കത്തില്ല എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് വേർത്ത് കേട്ടോ. ചേച്ചി അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് വേർത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു 4 ലൈക്കെങ്കിൽ തരാൻ ശ്രമിക്കുക. 4 ലൈക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. 4 ലൈക്ക് തരാൻ ശ്രമിക്കുക. പിന്നെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.